ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ചുക്കയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടെയാണ്. അതുപോലെ തന്നെ നമുക്കിത് റൈസിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി, പൊറോട്ട, പത്തിരി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ സവോള ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലല്ലാന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 4 മീഡിയം സൈസുള്ള സവോള നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഹാഫ് പോർഷന് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടില്ല. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് വേണം നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ അടുത്ത ബാച്ചും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 4 സവാള ഞാൻ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു പണി ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല ഈസിയാണ്. ആകെ ചെയ്തെടുക്കേണ്ട പണി ഒരു സവാള ഫ്രൈ ചെയ്തെടുക്കൽ മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ പീസ് തോന്നുന്നതിന് ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുത്താൽ മതി, കറക്റ്റായിട്ട് അതിന് മസാല പുള്ളി കയറാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ മീഡിയം സൈസുള്ള 2 ഇഞ്ചി ചതക്കി എടുത്തിട്ടുണ്ട്. 8 അല്ലി വെളുത്തുള്ളിയും ചതക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെയും അതുപോലെ നിങ്ങൾ ഫ്ലേവറിനനുസരിച്ചിട്ടൊക്കെ കൂട്ടുകയും കുറയുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാദാ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ആകുമ്പോൾ കുറച്ചും കൂടെ കളർഫുള്ളായിരിക്കും. അതുപോലെ തന്നെ എരിവും കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, അതിലും നിങ്ങൾ എരിവിന് അനുസരിച്ചിട്ട് മാറ്റം വരുത്തിയാൽ മതി. പിന്നെ 1/2 ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചത്. അപ്പോൾ ഉലുവയുടെ അളവൊന്നും കൂടി പോകണ്ട. ഉലുവയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ കയ്പ്പ് ടേസ്റ്റ് എടുക്കും. പിന്നെ 1 ടീസ്പൂണ് വിനെഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിനെഗറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ. പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സവാള ഫ്രൈ ചെയ്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിനി കുക്ക് ചെയ്യുമ്പോൾ അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണില്ല. അപ്പോൾ അതിന് പകരമാണ് ഈ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ ചിക്കനിലേക്ക് തിരുമ്മി പിടിപ്പിക്കണം. ഇപ്പോൾ നന്നായിട്ട് ചിക്കനിലെ എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് വരും. നമ്മൾ ഈ ഉള്ളിയും അതുപോലെ തന്നെ സവാളയും വേപ്പിലയും ഒക്കെ മിക്സായിട്ട് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. നമുക്ക് കഴിക്കാൻ തോന്നുന്ന പോലത്തെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പും അതുപോലെ എരിവും എല്ലാം ചെക്ക് ചെയ്യുക. ആവശ്യമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്കിതെല്ലാം പാകമാണ്. അപ്പോൾ ഞാനിത് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. മിനിമം ഒരു 30 മിനിറ്റ് എങ്കിലും വെക്കണം. നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. കുറച്ച് കൂടുതൽ നേരം ഇരുന്നാൽ അത്രയും മസാല പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അധികം വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്യുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്ക് ചെയ്യുമ്പോൾ അധികം വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, 1 ടീസ്പൂൺ മതിയാവും. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുന്ന പാനിനനുസരിച്ചിരിക്കും. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തത്. അധികം വെളിച്ചെണ്ണയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉരുളിയിലല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയം ചെമ്പിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ആവശ്യമുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. പീസുകൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കും ആ വെളിച്ചെണ്ണ ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം.
ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് ഈ ചിക്കൻ വെന്തോളും. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ, ഫ്ലെയിം അധികം കൂട്ടി കൊടുക്കരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. ഇപ്പോൾ കുറച്ച് ടൈം ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഞാനിത് തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും വേവിക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഈ ചിക്കനിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം, ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അധികം ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കേണ്ട, ഞാൻ കുറച്ച് ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി നല്ല പാകമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അതുപോലെ എരിവ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇതിന്. നല്ല ചൂട് ഗീ റൈസിൻ്റെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ, പൊറാട്ടയുടെ, ചപ്പാത്തിയുടെ, പത്തിരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്